ഇന്നലെയും പള്ളിയിൽ പോയി തിരി കത്തിച്ചതാണ്. മക്കളെ കൊതിതീരെ കാണാനോ സ്നേഹിക്കാനോ കഴിഞ്ഞില്ല. എനിക്കിനി ഇവിടെ ആരുണ്ടെന്നും ചോദിച്ചുള്ള ഭർത്താവ് ജിമ്മിയുടെ കരച്ചിൽ അവിടെ കണ്ടുനിന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും എല്ലാം കണ്ണു നിറയിക്കുന്നതായിരുന്നു. LLM ബിരുദധാരി, ഹൈക്കോടതിയിൽ അഭിഭാഷക, പാലാ കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്നു. മുത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ്. നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം. കഴിഞ്ഞ ദിവസം 2 പിഞ്ചു കുഞ്ഞുങ്ങളുമായി മീനച്ചിലാറ്റിൽ ജീവനൊടുക്കിയ അഡ്വക്കേറ്റ് ജിസ്മോളുടെ കുടുംബ പശ്ചാത്തലമാണിത്. ജിസ്മോളുടെ സഹോദരങ്ങളും പിതാവുമെല്ലാം UK-യിലാണ്. നാട്ടുകാർക്കും ഇവരുടെ കുടുംബത്തെപ്പറ്റി നല്ലത് മാത്രമാണ് പറയാനുള്ളത്. എന്തിനാണ് 5ഉം 2ഉം വയസ്സും മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഇവർ ജീവനൊടുക്കിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം ചോദിക്കാനുള്ളത്. ഏതു വിധേനയും മരിക്കുക എന്നത് മാത്രമായിരുന്നു ജിസ്മോളുടെ തീരുമാനം. സംഭവശേഷം വീട്ടിലേക്കെത്തിയ പോലീസ് കണ്ടത് മുറിയിലെ ഫാനിന്റെ ലീഫ് വളഞ്ഞ നിലയിലായിരുന്നു. ഫാനിൽ തൂങ്ങി ജീവനൊടുക്കാൻ ശ്രമിച്ചതിന്റെ സൂചനയാണിത്. പിന്നീട് കൈഞ്ഞരമ്പ് മുറിച്ചും അണുനാശിനി കുടിച്ചുമെല്ലാം ജിസ്മോൾ പല ശ്രമങ്ങളും നടത്തി. കുട്ടികൾക്കും അണുനാശിനി നൽകിയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്ന് കണ്ടതോടെയാണ് മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നത്. താൻ മരിക്കാൻ പോവുകയാണെന്ന വിദേശത്തുള്ള അച്ഛനെ ജിസ്മോൾ വിളിച്ചറിയിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. ഈ വിവരം അച്ഛൻ ജിമ്മിയെ അറിയിക്കുകയായിരുന്നു. അർബുദ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ ചികിത്സയിലുള്ള അമ്മയ്ക്കൊപ്പമായിരുന്നു ആ സമയം ജിമ്മി. ഉടൻ തന്നെ അവിടെ നിന്നും മടങ്ങി വന്നെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു. അതേസമയം ജിസ്മോളും ഭർത്തൃമാതാവും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായും പറയുന്നുണ്ട്. എന്നാൽ ജീവനൊടുക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ബന്ധുക്കൾ സൂചിപ്പിക്കുന്നത്. ജിസ്മോളുടെ ഭർത്താവായ ജിമ്മി സ്വകാര്യ ബസ് ഉടമയും കാരിത്താസ് ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമാണ്. അമ്മയുടെ അപ്രതീക്ഷിതമായ വിയോഗമാണ് ജിസ്മോളെ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതി യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി 2017-ൽ ആണ്ടൂർ കവലയിലുണ്ടായ സ്കൂട്ടർ അപകടത്തിലാണ് അമ്മ മരണപ്പെടുന്നത്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജിസ്മോൾ വിജയിക്കുകയായിരുന്നു. 2018-ൽ പഞ്ചായത്ത് അംഗമായി. പിന്നീട് 2019-20 കാലഘട്ടത്തിൽ പ്രസിഡന്റുമായി. ഈ സമയത്താണ് ജിസ്മോളുടെ വിവാഹം നടക്കുന്നത്. പിന്നീട് സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച ജിസ്മോൾ പാലായിലും ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു. അതേസമയം 3 പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മരണകാരണം ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് എന്നാണ്. ജിസ്മോളുടെ കൈഞ്ഞരമ്പ് മുറിഞ്ഞ നിലയിൽ കണ്ടെത്തിയതിനു പുറമെ പുറത്തും ഒരു മുറിവ് കണ്ടെത്തിയിട്ടുണ്ട്. നടപടികൾക്ക് ശേഷം 3 പേരുടെയും മൃതദേഹങ്ങൾ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംസ്കാരം പിന്നീട് നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു.